റവന്യൂ ഭൂമി കയ്യേറി അറസ്റ്റിലായ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും കയ്യേറ്റം നടത്തി. ഇടുക്കി ഉടുമ്പൻചോല മാൻകുത്തിമേട്ടിൽ കയ്യേറ്റം ഒഴിപ്പിച്ച 80 ഏക്കർ ഭൂമിയാണ് വീണ്ടും കയ്യേറിയത്. 2 ഏക്കറോളം ഭൂമിയിലെ ഏലം കൃഷി റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു. കഴിഞ്ഞ ജൂൺ 1-നായിരുന്നു കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുകിടക്കുന്ന ചതുരംഗപ്പാറ വില്ലേജിൽ മാൻകുത്തിമേട്ടിലെ 80 ഏക്കർ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ച് റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്തത്. കയ്യേറ്റം നടത്തിയ സമീപ സ്ഥലയുടമ ജോണിക്കുട്ടി ഒഴുകയിലിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമാണ് ഇതേ ഭൂമി വീണ്ടും കയ്യേറിയത്. 2.5 ഏക്കറോളം വരുന്ന പ്രദേശത്ത് ഏലം കൃഷി നടത്തുകയായിരുന്നു ജോണിക്കുട്ടി. ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല ഡെപ്യൂട്ടി തഹസിൽദാർ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം കയ്യേറ്റം ഒഴിപ്പിച്ചു. ജാമ്യവ്യവസ്ഥയിൽ നിൽക്കുന്ന ജോണിക്കുട്ടി ഒഴുകുപാറയിൽ നിന്നാൽ വീണ്ടും ഇദ്ദേഹം ഈ ജാമ്യവ്യവസ്ഥയിൽ നിൽക്കുകയെ തന്നെ വീണ്ടും ഈ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു 2.5 ഏക്കർ സ്ഥലത്തേക്ക് ഇദ്ദേഹം അനധികൃതമായി വീണ്ടും കയ്യേറി ഏലകൃഷി നടത്തി വരുന്നത് വില്ലേജ് അധികൃതർ ശ്രദ്ധയിൽപ്പെട്ടു. താലൂക്ക് ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ആ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ താലൂക്ക് ഓഫീസിൽ നിന്നുള്ള ആരും PLPFകാരും ഉൾപ്പെടെ എല്ലാവരും എത്തി ഇന്ന് ഈ കയ്യേറ്റം ഇവിടെ ഒഴിപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. കയ്യേറ്റക്കാരൻ ജാമ്യത്തിലിറങ്ങി വീണ്ടും കയ്യേറ്റം നടത്തിയത് കോടതിയെ അറിയിക്കുമെന്നും ഇയാളുടെ പേരിലുള്ള ഭൂമിയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും തഹസിൽദാർ വ്യക്തമാക്കി. നിലവിൽ കയ്യേറ്റം നടത്തിയതിനെതിരെ നിയമ നടപടിയുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മലപ്പുറം എടപ്പറ്റയിൽ ക്വാറിയുടെ പ്രവർത്തനങ്ങൾ ജീവന് ഭീഷണിയെന്ന ആദിവാസി കുടുംബങ്ങൾ. മൂന്നാടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ക്വാറിക്കെതിരെയാണ് സമീപത്തെ ആദിവാസി കുടുംബങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഏറെ ഭീതിയോടെയാണ് ഈ കുടുംബം